നന്ദകുമാർ സാർ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് വരാൻ പോകുന്ന കേരളത്തിൻ്റെ സർക്കാർ അത് ഏത് മുന്നണിയുടെയാണോ എന്നുള്ളതിനേക്കാളുപരി ഓരോ മുന്നണികളും വന്നാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പൊതുസ്വഭാവം വളരെ ഗൗരവമായിട്ട് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ആ തരത്തിൽ വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് പ്രസക്തി കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാലും ഈ സംഭവത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഒന്നാണ് എന്നാണ് ഞാൻ രാഷ്ട്രീയമായി കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അതിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സാധ്യതകളാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് 70+ വേണമെങ്കിൽ LDF അധികാരത്തിലേക്ക് വീണ്ടും വന്നേക്കാം. അതല്ലെങ്കിൽ UDF അതേപോലെ തന്നെ ഒരു 70 to 75 ആ മാർജിനിൽ അവരും വരാനുള്ള സാധ്യതകളെന്നാണ് ഞാൻ പൊതുവെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ പല സ്ഥലത്തും കാരണം രണ്ട് വിഷയങ്ങളാണ് എനിക്ക് എൻ്റെ പ്രധാനമായിട്ടുള്ളത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡീലിമിറ്റേഷന് ശേഷം പിന്നെ വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ട്രെൻഡുകൾക്ക് എതിരെ നിൽക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 50+ ഉണ്ട്, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിലോ 30 ആണ്. അപ്പോൾ പിന്നീട് ഈ 50-ൽ നിന്ന് ഒരു 20 വന്നാൽ LDFന് വേണമെങ്കിൽ ജസ്റ്റ് ഭരണത്തിലേക്ക് ഇഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. സാധ്യത പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ഒരു വിഷയം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് LDF വേണമെങ്കിൽ വരാം, UDF വേണമെങ്കിൽ വരാം എന്നുള്ളതാണ് ഒരു റിയലായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏതും വരാൻ സാധ്യത എന്നുള്ളൊരു പൊസിഷൻ നിലനിൽക്കുന്നുണ്ട്. ഇത് രണ്ടും വരുമ്പോൾ സംഭവിക്കാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിലിപ്പോൾ മാഷ് പറഞ്ഞ് എനിക്കൊരു പോയിന്റ് തോന്നിയത്, ഇപ്രാവശ്യം സത്യത്തിലെ ഈ വോട്ട് ചെയ്തവരെ എണ്ണം കൂടിയിട്ടില്ല. ഇല്ല, അത് വോട്ടിംഗ് ശതമാനമാണ് കൂടിയത്. ഉദാഹരണം ഇപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് തന്നെ എടുക്കാം. എനിക്ക് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇവരെന്താ ചെയ്തത്? ഇവർ ചെയ്തത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കോമൺ സെൻസിനെയും അവരുടെ കോമൺ അരിത്തമെറ്റിക്സിനെയും വെല്ലുവിളിക്കുകയാണ്. ഒരു സംശയം അതല്ലേ ഇവർ ചെയ്തത്. അതായത് എല്ലാവർക്കും അറിയാം, മറ്റേ ഈ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇൻക്രീസ് മാത്രമാണ്. വെർച്വൽ ഇൻക്രീസിൽ തന്നെ ഒരു ഹൈക്ക് എന്ന് പറയുന്നത് 6 to 7% അല്ലെങ്കിൽ 6 to 8% ആണ് പറയുക. ഇവിടെ വന്നിരിക്കുന്ന 4% വോട്ടാണ്. 4% വോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലത്തെ ഒരു എക്സാമ്പിൾ മണ്ഡലം എടുത്താൽ 1,57,000 നിന്ന് 1,53,000 ആവുന്നു. 4,000 വോട്ട് കുറയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ ബാധിക്കത്തക്ക രീതിയിലുള്ള വോട്ടിൻ്റെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 900 വോട്ടിനെയാണ് ഭൂരിപക്ഷത്തിലാണ് കെബാബു ജയിച്ചത്. അപ്പോൾ ഇതൊക്കെ മണ്ഡലത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ ആ വ്യത്യാസമുണ്ട്, മട്ടാഞ്ചേരി കൊച്ചി മണ്ഡലത്തിൽ അതുണ്ട്, പറവൂർ നിയോജകമണ്ഡലത്തിൽ അങ്ങനെ വ്യത്യാസം വന്നിരിക്കുന്നത്. അങ്ങനെ മിക്കവാറും എല്ലാ മണ്ഡലത്തിലും നമുക്കൊരു ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരു സംഘടനാശേഷി നിലവിലുണ്ടായിരുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധ്യതകൾ തള്ളിക്കളയാൻ സാധ്യമല്ല. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് തോക്കുന്നൊന്നുമല്ല, അതൊന്ന്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധ്യത തള്ളിക്കളയാൻ സാധ്യമല്ല. രണ്ടാമത്തെ എന്നെ സംബന്ധിച്ചുള്ള ഇലക്ഷന് ശേഷമുള്ളത് എന്തോന്നുള്ളത്, ഞാൻ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പൂർണ്ണമായിട്ട് വായിച്ചിരുന്നു. UDFൻ്റെ ഇത്രയും പ്രായോഗിക ബുദ്ധിയില്ലാത്ത ഒരു പ്രകടന പത്രിക ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. യാതൊരു പ്രായോഗിക ബുദ്ധിയില്ല. എങ്ങനെയാണ് എല്ലാവർക്കും സൗജന്യം, സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര കൊടുക്കും, മറ്റേ പെൻഷൻ 3,000 രൂപയായി കൊടുക്കും. ഇത് എവിടെ നിന്ന് കേരളത്തിലൂടെ ഫണ്ടുള്ളത്? കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടിക്ക് കടക്കാരാണ് കേരളം. ഈ പണത്തിൻ്റെ പലിശ എത്ര വരും? പിന്നെ എവിടുന്ന പൈസ ഉണ്ടാക്കുക? KSRTC ഇപ്പം തന്നെ നഷ്ടത്തിലാണ്. അവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല, അവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ സൗജന്യമായിട്ട് സ്ത്രീകളെ കൊണ്ടുപോകും. ഒരു സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ചെയ്ത പരിപാടി, അതേ പരിപാടിയിൽ കേരളത്തിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ പ്രായോഗികമല്ല. അല്ല, ഈ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക? ഒരു പാർട്ടി ഇത്തരത്തിൽ ഉള്ള ഒരു ഓഫർ വെക്കുമ്പോൾ ആ ഓഫർ വെക്കുന്നത് ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അതിന് ആവശ്യമായ ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഈ പ്രഖ്യാപനം സാധ്യമല്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് CPM
അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവർ ഈ പ്രകടനപത്രിക തയ്യാറാക്കുക. അവരത് പറഞ്ഞില്ല. അത് തൊട്ടില്ല അവർ. തൊട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വലിയ സ്വാധീനം ചെലുത്താവുന്ന ഒരു മുദ്രാവാക്യമാണത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇത് സ്ത്രീകളുടെ ഒരു സ്വാധീനം ചെലുത്തില്ല എന്നുള്ളവരും കോൺഗ്രസ്സുകാർ, ഞാൻ സംസാരിച്ച ചില കോൺഗ്രസ്സുകാരുണ്ട്, അവരടക്കം പറഞ്ഞതിന് പ്രായോഗികമല്ല, ഭരണ സാധ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്ന പ്രകടനപത്രിക. ഇപ്പം ഇലക്ഷൻ്റെ ആദ്യത്തെ സമയത്തെ ട്രെൻഡ് 2-3 മാസക്കാലങ്ങൾക്ക് മുമ്പ് ധരിച്ചത് കോൺഗ്രസിന് 100 സീറ്റ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ് 90-ലേക്കും 80-ലേക്കും 70-ലേക്കൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് 65 വരെ എത്തി. 65 എത്തിയ സമയത്താണ് ഒരു പ്രകടനപത്രിക തയ്യാറാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സാധ്യതയും ഭരണത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധ്യതയില്ല എന്ന് വിശ്വസിച്ച സമയത്ത് തയ്യാറാക്കിയിട്ടുള്ള പ്രകടനപത്രികയാണ് ഇപ്പോൾ ഇത്. ഇത് തന്നെ ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തു. അവരും ഒരു 65 സീറ്റൊക്കെ എത്തുന്ന വിചാരിച്ച സമയത്താണ് അവർ ഗവൺമെൻറ് ജീവനക്കാരൊക്കെ ശമ്പളം കൂട്ടാൻ തീരുമാനിച്ചു, അവരിൽ ആനുകൂല്യങ്ങൾ കൂട്ടാൻ തീരുമാനിച്ചു. ഈ തരത്തിൽപ്പെട്ട സൗജന്യ ആനുകൂല്യങ്ങൾ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സാമ്പത്തിക ശേഷി നമ്മുടെ സംസ്ഥാനത്തിനുണ്ടോ? ഇല്ല, ഒരു സംശയക്കാര്യത്തിലില്ല. കേരളത്തിൽ ഇന്നിപ്പോൾ ആര് സർക്കാർ അധികാരത്തിലെത്തിയാലും, അത് ഐദർ കോൺഗ്രസ് ഓർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആര് വന്നാലും, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല ഒന്നും മെച്ചപ്പെടുത്തേണ്ടതല്ലേ? ഈ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള എന്ത് പദ്ധതികളാണ് ഇവർക്കുള്ളത്? അല്ല, എക്കണോമിക് മെയിൻ്റെനൻസ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇല്ല, എന്താണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ അപകടത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വെറുതെ ചുമ്മാ ഇങ്ങനെ ഓഫറുകൾ എടുത്തിട്ടൊന്നും ഒരു ഭരണത്തിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അത് ലോക ചരിത്രത്തിൽ വെനിസ്വലയുടെ ചരിത്രം അതുപോലെയുള്ളതെന്ന് എൻ്റെ ധാരണ. വെനിസ്വല എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു, അവിടെ കംപ്ലീറ്റ് ഓഫറായിരുന്നു, എല്ലാവർക്കും സബ്സിഡി കൊടുക്കും. ഈ സബ്സിഡി കൊടുക്കാൻ പണം എവിടെ നിന്നാണ്? പണമില്ലാതെ കണ്ട് കടം വാങ്ങിച്ചു കൊടുത്ത് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കടക്കാരാവും. അത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം, ഞാൻ ഇടയ്ക്ക് ഒരു ഡിസ്കഷനിൽ അത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് പുറത്തു പോയത് 3.5 ലക്ഷം പേരാണ്. ഈ പ്രാവശ്യം പോകാൻ കണക്കൂട്ടിരിക്കുന്ന ഏകദേശം 4 ലക്ഷം പേരാണ് കേരളത്തിന് പുറത്തേക്ക് പോവുക. ഇതിന് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്, കേരളത്തിൽ വോട്ട് കൂടി എന്ന് പറയുന്ന ചാനലുകാർ വരെ പറയുന്നത് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും അവിടെ 2 സ്ഥലത്തും പോളിംഗ് കുറഞ്ഞു. പോളിംഗ് എന്താ കുറയാൻ്റെ കാരണം? ഈ 2 ജില്ലയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് പോയത്. മലപ്പുറം ജില്ല വേറെ ഉണ്ട് കേട്ടോ, മലപ്പുറം ജില്ലയുടെ വേറെ കണക്കുണ്ട്, കോഴിക്കോട് ജില്ലയുടെ വേറെ കണക്കുണ്ട്. ഈ പറയുന്ന ജില്ലകളിൽ നിന്നെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയതിൻ്റെ പേരിലാണ് ഇവിടെ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും പോളിംഗ് കുറയാനുള്ള കാരണം ശരിക്കതാണ്. ചെറുപ്പക്കാർ വോട്ട് ചെയ്തിട്ടില്ല. പല വീടുകളിലുള്ള വൃദ്ധന്മാരാണ്, അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവും, അവരൊക്കെ പ്രായം 75 ആയിരിക്കാം, 80 ആയിരിക്കാം, അവർ വന്നിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വന്നവരൊക്കെ വോട്ട് ചെയ്തു, ഒക്കെ ശരിയാണ്. പക്ഷെ വരാത്തൊരു വലിയ സെറ്റുണ്ട്. ഈ വരാത്തവരാണ് കേരളത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണർത്തുന്നവരാണ്, കേരളത്തിലെ യുവജനങ്ങളാണ്. ഇപ്പം കേരളത്തിൽ നമ്മൾ യുവാക്കന്മാരില്ല. കേരളത്തിൽ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിനകത്ത് 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുള്ളൂ. ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് MLA മാരുണ്ടായിരുന്നു. 25 വയസ്സിലാണ് R ബാലകൃഷ്ണനുള്ള MLA ആയത്. അതൊക്കെ പഴയ കഥകളായിട്ട് മാറി. പുതിയ ഒരു കാലത്ത് നമുക്ക് ഒരു നല്ല ചെറുപ്പക്കാരനെ അവതരിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്. നല്ല ചെറുപ്പക്കാരനില്ല. ഉള്ള ചെറുപ്പക്കാരൊക്കെ പുറത്തേക്ക് പോയി. വിദ്യാഭ്യാസമുള്ളവർ, കാര്യഗൗരവമുള്ളവർ, വിഷയങ്ങൾ പഠിക്കുന്നവർ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ, ആ തരത്തിൽപ്പെട്ട യുവതികളും യുവാക്കന്മാരും കേരളത്തിൽ നിന്ന് വ്യാപകമായിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. ഞാൻ ഈ പുറത്തേക്ക് പോകുന്ന രാജ്യങ്ങളിലൊക്കെ കണക്കെടുത്തപ്പോഴാണ് രസകരമായ സംഭവങ്ങളെന്ന്. കുറേ ആളുകൾ പോയത് UK-ലേക്കാണ്. UK-യുടെ സാമ്പത്തിക സ്ഥിതി എത്രയാണെന്നറിയാമോ? ഇന്ത്യയെക്കാളും താഴെയാണ് സാമ്പത്തിക സ്ഥിതി. എന്ന് മാത്രമല്ല UK-യുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഞാൻ താല്പര്യമുള്ള എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു നോക്കി, +2 ആണ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ. അതിൻ്റെ പേരിലാണ് ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നു. ഇപ്പോൾ പാർട്ട് ടൈം ജോലി ഇല്ല. അവിടെ പെട്രോൾ ബങ്കിൽ ജോലിക്ക് നിൽക്കുന്നതൊക്കെ ഇപ്പോൾ സായിപ്പുമാരാണ് നിൽക്കണേ. ഒരു സമയത്ത് ഇവരായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നിന്ന് UK-യിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടാൻ പോവുക. അതായത് ഒരിടക്ക് നല്ല രീതിയിലുള്ള മൈഗ്രേഷൻ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഒരു സമയമാണത്. ഇനി തുടങ്ങുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളമാണ്. അതായിരിക്കും. ഈ കേരളത്തിലെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോയത്. അല്ലാതെ ഉണ്ട് ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന് പോയവർ അതിന് വേണ്ടിയിട്ടില്ല. അവൻ കച്ചവടം തുടങ്ങാൻ വേണ്ടി പോയതാ. അവിടെ കാനഡയിൽ പോയിട്ട്, ആസ്ട്രേലിയയിൽ പോയിട്ട്, അവൻ ജർമ്മനിയിൽ പോയിരുന്നു. ജർമ്മനിയിൽ പോലും കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ജർമ്മനിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഫ്രാൻസിൽ പോയിരുന്നു. പാരീസിൽ പുതിയ കച്ചവടം തുടങ്ങിയിരിക്കുന്ന ഇന്ത്യക്കാര് അവർക്ക് നമ്മുടെ ഗുജറാത്തികൾ അവിടെ പോയിട്ട് ബിസിനസ് തുടങ്ങി. ഗുജറാത്തികളുടെ ഒരു ബേസിക് ക്യാരക്ടർ കച്ചവടമാണ്. അവരവിടെ പോകുന്ന കേരളത്തിൽ വന്ന് കൊച്ചിയിലുണ്ടല്ലോ കൊച്ചിയിൽ അവർ അതിനുവേണ്ടി വന്നത്. അവൻ പഠിക്കാൻ വന്നതല്ല, അവൻ പഠിക്കാനൊക്കെ അവൻ്റെ തന്നെ സംസ്ഥാനം എടുക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയാവുന്നൊരു വസ്തുത. നല്ലൊരു മികച്ച ഇന്ത്യയിൽ ആയുർവേദ കോളേജ് ഉള്ളത് അത് അഹമ്മദാബാദിലാണ്, കേരളത്തിലല്ല. ആയുർവേദം കേരളത്തിൻ്റെതാണ്, പക്ഷെ കേരളത്തിൽ നല്ല ആയുർവേദ കോളേജുകളിലില്ല.
അതുകൊണ്ട് മലയാളികൾ പോലും പഠിക്കാൻ വേണ്ടി ഗുജറാത്തിലേക്ക് പോകുന്നു, ഗുജറാത്തി വ്യവസായത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നു, ഗുജറാത്തി വ്യവസായത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. മറിച്ച് മലയാളികളായിരിക്കുന്ന ആളുകൾ, ചെറുപ്പക്കാർ, അവർ ജോലിക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അന്യരാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇത്തരം ഒരു വലിയൊരു അല്ല, ഇത് ഈ ഇത്തരം മൈഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ പ്രോബ്ലംസ് തീർച്ചയായിട്ടും കേരളത്തെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, മറ്റേത് മേഖലയെടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ തന്നെ ഈ മൂല്യച്യുതി എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലല്ല, ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് പല മേഖലയില്ല. അധ്യാപകർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്മൾ കണ്ണൂരിൽ നിന്ന് ആ ദന്തൽ കോളേജിൽ നിന്ന് ആ കുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു എന്നത് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന അധ്യാപകരുണ്ടായിട്ടാണ്. ഇത്തരം അധ്യാപകർ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ നോക്കൂ, ഈ ജാതിയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ കലാമണ്ഡലം ഹൈദരാലി അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് വലിയ വിവേചനം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ആ വിവേചനം മുഴുവനും പരിഹരിച്ച അവിടുത്തെ അധ്യാപകരായിരുന്നു. നമ്മൾ സവർണരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള അധ്യാപകരാണ് ഈ ഹൈദരാലിയെ കൈപിടിച്ച് ഉയർത്തി വലിയ കലാകാരനാക്കി മാറ്റി. അതിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊന്ന് പണ്ഡിറ്റ് കർപ്പൻ മാസ്റ്റർക്ക് അവിടെ സംസ്കൃതം പഠിക്കാൻ വേദി ഒരുക്കിയത് മറ്റേ കൊടുങ്ങല്ലൂർ കോവിലാണ്. അത് തീർച്ചയായിട്ടും അതെ, അല്ല അങ്ങനത്തെ ഒരു പാരമ്പര്യ കേരളത്തിനുണ്ടായിരുന്നത്. അല്ല, അപ്പോൾ ഇവർ ഈ പുതിയ കാലത്ത് അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുതിയ ജൻസികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയ പ്രശ്നം അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരുത്തും വരുന്നില്ല, അധ്യാപക രംഗത്ത് വരുന്നില്ല, അതുപോലെ ശാസ്ത്ര മേഖലകൾ, സാഹിത്യ രംഗമൊക്കെ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സാഹിത്യ രംഗം സമ്പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞു. ഒരിടക്ക് അല്ലെ സിനിമാ മേഖല എല്ലാം ഒരു കാലത്ത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന തരത്തിൽ വികസിക്കാൻ പറ്റുന്ന പ്രതിഭാശാലികളുടെ വിലാസ മേഖലകളായിരുന്നു. അതൊക്കെ തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് എന്ത് പ്രത്യയശാസ്ത്ര ബോധമുള്ള ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഒന്നുമില്ല, ഒരു ചുക്കുമില്ല ചുണ്ണമ്പില്ലാത്ത ആളുകളായിട്ട് മാറി. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം പ്രധാനമായിട്ട് ഇന്നിപ്പോൾ ജാതി മത നേതൃത്വത്തിന്റെ കാൽക്കീഴിലാണ്. അവരാണ് തീരുമാനിക്കുന്നത് നിങ്ങളെ അവരെങ്ങോട്ട് പോകണം, കോൺഗ്രസ് എന്ത് ചെയ്യണം, BJP എന്ത് ചെയ്യണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നവരാണ്. ഏറ്റവും നല്ല ഉദാഹരണമുള്ള കൊച്ചിയിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊച്ചി നഗരം എന്ന് പറഞ്ഞ എന്താണ്, എന്ത് നഗരമാണ് ഇത് നഗരം എന്ന് വിളിക്കാൻ ചോദിക്കുന്ന ഒരു കാര്യം. അത് മുഴുവൻ എന്ത് കത്തോലിക്ക നഗരമായി മാറി. കത്തോലിക്ക നഗരം ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഇവിടുത്തെ മേയറെ തീരുമാനിക്കുന്ന ലത്തീൻ കത്തോലിക്ക സഭയെ തീരുമാനിക്കുന്നത്. ഇതൊരു പ്രാകൃതമല്ലേ ഇത്? മറ്റേ തീരുമാനിക്കുന്ന ആളുകൾ ഞാൻ ഈ ഡിസ്കഷനൊക്കെ വന്ന സമയത്ത് പല സമയത്തും പറഞ്ഞിരുന്നു അവർക്ക് അങ്ങനെ തീരുമാനിക്കാം, പക്ഷെ അവരെന്ത് ചെയ്യണം, മത്സരിക്കുന്ന സമയത്ത് ഞാൻ ലത്തീൻ കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ട് നിൽക്കണം സ്ഥാനാർത്ഥിയായിട്ട്, അല്ലേ? അതെ, എന്നിട്ട് തീരുമാനിച്ചിട്ട് ഇത് കോൺഗ്രസ് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയത്തിൽ സാമാന്യ മര്യാദ വേണ്ടേ? ഈ പറയുന്ന ചില ആളുകളൊക്കെ തന്നെയാണ് ഇവര് പലരും ഒരു മെത്രാനാകാൻ വേണ്ടിയിട്ട് കുപ്പായിട്ടവരാണല്ലോ. എനിക്കറിയാമല്ലോ, ചില ആളുകൾ സഭയിൽ നിന്ന് തെന്നിപ്പോയിട്ടുള്ള ചില വക്താക്കൾ പഴയ ആളുകളുണ്ട്. ഇവർക്ക് മെത്രാനാവാൻ വേണ്ടിയിട്ട് കുപ്പായിട്ടവരാണല്ലോ. മെത്രാനായില്ല, അതിന്റെ പേരിലാണ് വേറെ മെത്രാന്റെ പേരിൽ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കിയ ആളുകളാണ്. ലോക ചരിത്രത്തിൽ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലെ ക്രൈസ്തവ പാതിരിമാരാണ്. കേരളത്തിലെ ക്രൈസ്തവ പാതിരിമാർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വേറെ ഒരു ലോകത്തും ആരും ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കിയിട്ടില്ല. അത് സ്വന്തം ബിഷപ്പിനെതിരായിട്ട്. അത്രയും നീചപ്രവർത്തനം ചെയ്യുന്ന രീതിയിലേക്ക് മതമേധാവികളും രാഷ്ട്രീയ മേധാവികളും കേരളത്തിൽ മാറിയിട്ടുണ്ട്. അല്ല, ഇതേ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും നമ്മളെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കാനായിട്ട് വരികയോ ചെയ്യുന്ന സർക്കാർ, അത് UDF ആവാം, LDF ആവാം, ആര് വേണമെങ്കിലും ആവാം, എന്തായിരിക്കും ഇവരുടെ ഒരു പുതിയ കാഴ്ചപ്പാട്? എനിക്ക് തോന്നുന്നു കേരളം അടുത്തൊരു 5 വർഷത്തേക്ക് അത് ആര് ഭരിച്ചാലും, ഐതർ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ആര് ഭരിച്ചാലും കേരളത്തിന്റെ പതനം കുറച്ചുകൂടി ഉറപ്പിച്ചു എന്നുള്ളതാണ് ഇത്. കാരണം കേരളത്തിൽ ഇപ്പോൾ LDF വന്നാൽ ഒരു തരത്തിലുള്ള പതനമാണ്, UDF വന്നാൽ വേറെ തരത്തിലുള്ള പതനമാണ്. രണ്ടുപേരും ഇപ്പം നമ്മൾ കൊച്ചിൻ കോർപ്പറേഷന് പറഞ്ഞ മാതിരിയാണ്. ആ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയർ തീരുമാനിക്കുന്നത് ലത്തീൻ കത്തോലിക്ക സഭയാണെന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത്. സമാനമായിട്ടുള്ള രീതിയിൽ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, ആഭ്യന്തര വ്യാവസായിക വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഇസ്ലാമിക തീവ്രവാദികളാണ്. ഇത് കോൺഗ്രസ് വന്നാല ചരിത്രമാണ് ശരിക്കത്. അപ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും വേറെ ഏതാണെങ്കിലും, ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിരുന്നു, മിക്കവാറും ഈ മതത്തിൻ്റെയൊക്കെ പുരോഹിതന്മാർ, അത് നിങ്ങൾ എല്ലാ മതത്തിനും ഒരേപോലെയാണ് കേട്ടോ. മറ്റേ ഹിന്ദുവിൻ്റെ, ക്രിസ്ത്യാനിൻ്റെ, മുസ്ലിമിൻ്റെ എല്ലാ പുരോഹിതന്മാരുടെ സ്വഭാവം എന്നാണ്
അവരെക്കുറിച്ചാണ് പണ്ട് സഞ്ജയൻ പറഞ്ഞത് ഉദരനിമിത്തം, അല്ല കുഞ്ഞനമ്പ്യാര് പറഞ്ഞത് ഉദരനിമിത്തം ബഹിർത വേഷം എന്നുള്ള വാക്ക് ഇവരെ സംബന്ധിച്ച് ബാധകമാണ്. ഇവരുടെ ബാധകമായിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നെ അലട്ടുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഒരു തരത്തിലും 5 കൊല്ലത്തേക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ കേരളത്തെ വലിയ പതനത്തിലേക്കാണ് എത്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പെന്നാണ്. അതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ആരും കാര്യമായിട്ട് ചർച്ച ചെയ്തായിരുന്ന വിഷയം, ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഉയർത്തിയൊരു വിഷയമാണ്. അതായത് ഈ നമ്മളുടെ വലിയ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ വയനാട്ടിലെ പുനരധിവാസത്തിൽ സംഭവിച്ച സർക്കാർ വീടുകൾ വെക്കുന്നു ഒരു വശത്ത് മുസ്ലിം ലീഗ് വീട് വെക്കുന്നുണ്ട്. അതെ, എന്തിനാണ് മുസ്ലിം ലീഗ് വീട് വെച്ചത്? മുസ്ലിം വീട് വെക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല. അത് അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് എന്തിനാണ് സർക്കാർ സംവിധാനം, എന്തിനാണ് സർക്കാർ സംവിധാനം? അല്ല, കോൺഗ്രസിനോട് ചെയ്തോളാൻ പറഞ്ഞല്ലോ. അല്ല, കോൺഗ്രസിനും പിരിവെടുത്ത് നടത്തിയല്ലോ. അല്ല, കോൺഗ്രസ് അതെങ്ങും എത്തിച്ചില്ല. അതൊരു കാര്യക്ഷമത ഇല്ലായ്മയുടെ പ്രശ്നമാണ്. മറ്റത് അങ്ങനെയല്ല. കാര്യക്ഷമത ഇല്ലായ്മയുടെ പ്രശ്നമല്ല, ജന്മസിദ്ധമായി ലഭിച്ചിരിക്കുന്ന അഴിമതിയുടെ പ്രശ്നമാണ്. ഞാൻ സാധാരണ ഇതിൽ പറയാറുണ്ട്, ഇപ്പൊ പ്രളയം വരുന്ന സമയത്ത് എന്താ കോൺഗ്രസിന്റെ റോള്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രളയ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പ് നോക്കുന്ന ആളുകളാണ്. പ്രളയത്തിൽ ആരെങ്കിലും അകപ്പെട്ടാലും മാറി നിൽക്കും. ഈ റോട്ടിൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന മാതിരിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥത്തിൽ വീണ്ടും LDF വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ കോൺഗ്രസ് പ്രളയകാലത്ത് കാഴ്ചക്കാരായി നിന്നത് തന്നെ. അത് തന്നെയാണ്. അല്ല, കോൺഗ്രസിൽ അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. കോൺഗ്രസ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പുനരധിവാസം നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സമൂഹത്തിൽ ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ഒരുപാട് അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർത്ത് പിടിച്ച് അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു പുനരധിവാസ കേന്ദ്രമാണല്ലോ നിർമ്മിക്കപ്പെടേണ്ടത്. അവിടെ എന്തിനു മുസ്ലിം ലീഗിന് മാത്രമായിട്ടുള്ള ഭവനങ്ങൾ എന്ന് എനിക്ക് ഇതുവരെയായിട്ട് അതിന് ഉത്തരം അല്ല, അതിന് അങ്ങേക്ക് ഉത്തരം കിട്ടാത്തതിന്റെ പ്രശ്നം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ പ്രശ്നമാണ്. കാരണം മുസ്ലിം ലീഗിന്റെ കൃത്യമായിട്ട് നേതാവായിരിക്കുന്ന ഷാജി പറഞ്ഞിട്ടുണ്ട്, മതമാണ് പ്രശ്നം. കേരളത്തിൽ ഏത് ചാനൽ ചർച്ച ചെയ്ത്? ആരും ചർച്ച ചെയ്തില്ലല്ലോ. കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് വിഷയമായിരുന്നോ? അത് വിഷയമായിരുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ആരുടെയത്? അത് മുഴുവൻ മുസ്ലിമിന്റെ പ്രസ്ഥാനമാണോ? മുസ്ലിമിൽ വരേണ്യവർഗത്തിന്റെ പ്രസ്ഥാനമാണത്. വരേണ്യവർഗക്കാരനല്ലാത്ത ആരാ അതിനകത്ത് മെമ്പറുള്ളത്? ഇടക്കാലത്തുണ്ടായിരുന്ന UAE ബീരാൻ ഒരുക്കിയെടുത്തിരുന്നു. ബീരാന് പിന്നെ അവർ എങ്ങനെ പുറത്താക്കിയെന്നുള്ള ഞാൻ ചരിത്രം പിന്നെ പറയാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അതിനകത്തുള്ള മുസ്ലിം ലീഗിലുള്ള ആളുകൾ മുഴുവൻ അതിൻ്റെ പ്രസിഡന്റ് ആരാ? തങ്ങളാണ്. തങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര പേരുണ്ട്? 5000-ഓളം ആളുകൾ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ബ്രാഹ്മണിക്കൽ ഹെജുമണി ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ രാഷ്ട്രീയ രംഗത്ത് രൂക്ഷമായിരിക്കുന്നത് ഒരു തങ്ങളിക്കൽ ഹെജുമണി കേരളത്തിലുണ്ട്. ഈ തങ്ങളാണ് കേരളത്തിന് കാര്യങ്ങൾ തീരുമാനിക്കുക. റംസാൻ എന്നാണ് തങ്ങൾ തീരുമാനിക്കും. ബക്രീദ് എന്നാണ് റംസാൻ പുള്ളി തീരുമാനിക്കും. എന്നാണ് നിലാവ് കാണുന്നത് പുള്ളി തീരുമാനിക്കും. ആരൊക്കെ സ്റ്റേജിൽ കയറും അത് മറ്റേ ജഫ്രി തങ്ങൾ തീരുമാനിക്കും. ആരൊക്കെ മറ്റേ കച്ചവടം തുടങ്ങണം അത് പാണക്കാട് തങ്ങൾ തീരുമാനിക്കും. ആരൊക്കെ കോൺഗ്രസിൽ ചേരണം ആ ചേരുന്നതിനൊക്കെ പാണക്കാട് തങ്ങളെ പോയിട്ട് നമസ്കരിക്കണം. അതെനിക്ക് പലപ്പോഴും ഭയങ്കര തമാശയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താണ് സന്ദീപ് വാര്യര് കോൺഗ്രസ് അതിന് ശേഷം ആദ്യം തന്നെ പോയ തങ്ങളാണ്. സന്ദീപ് വാര്യർ പോട്ടെ, സന്ദീപ് വാര്യര് അങ്ങനെയാണെന്ന് വിചാരിക്കാം. സുരേഷോ? സുരേഷ് ഒറ്റപ്പാലത്തിൽ അല്ലോടെ മത്സരിക്കുന്നത് മലമ്പുഴ. അയാൾ ആദ്യം പോയത് പാണക്കാട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാ. BSന്റെ പൈതൃകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അതെ, എന്തിനാണ് അയാൾ പോയത് എനിക്ക് മനസ്സിലായി. ഇതാണ് കേരളം. കേരളത്തിന്റെ തനിമ പലപ്പോഴും ഇതായിട്ട് ഈ തരം ചില ആളുകൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മാറ്റിയത് കേരളത്തിൻ്റെ പതനത്തിന് വലിയ കാരണമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കോളൂ, പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സമയത്തും പരസ്പരമുള്ളൊരു ആദരവ് വേണമായിരുന്നു. ഈ ആദരവ് കേരളത്തിലില്ല, ഇന്ന് കേരളത്തിലില്ല. മറിച്ച് പറയുന്നത് എന്നോട് ചോദിച്ചാൽ പറയും, അയ്യോ പീഴ്സൻ മാഷ് മഹാപണ്ഡിതനാണ് എന്ന് ഞാൻ പറയും. പീഴ്സൻ മാഷിനോട് നന്ദകുമാറും ഭയങ്കര വിവരമുള്ള ആളാന്ന് പറയും. സത്യത്തിൽ രണ്ട് ശരിയായിരിക്കില്ല. ഈ തരം കാപട്യം കേരളത്തിൽ വ്യാപകമാണ്. മനുഷ്യനെ, നമ്മളുടെ സമൂഹത്തിലെ മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കി ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആവശ്യം. അതെ, അതില്ല. പക്ഷേ അത് കേരളത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പുനർജീവനമാണ്. ഇപ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. പുനരധിവാസത്തോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു പുനർജീവനം ആവശ്യമാണ്. ആ പുനർജീവനം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ അനിവാര്യമാണെന്നാണ് എൻ്റെ അനുമാനം.